അതിന്റെ കഥയൊന്നും പറയണ്ട. ഡെയിലി ഡ്രസ് ഇടുക, അവിടെ കൊണ്ടുവന്ന് വെക്കുക, മടക്കി വെക്കുന്നിട്ട് അവിടെ കൊണ്ടുപോയി കുത്തിത്തിരിക്കടെ വെക്കും. ഞാൻ തന്നെയാണ്. ഇടയ്ക്ക് നന്നാക്കി വെക്കും, പിന്നെ ഇതേപോലെ ഒരു ഡ്രസ്സ് എടുക്കുമ്പോ ഒക്കെ കൊഴിഞ്ഞാടും. അപ്പൊ പിന്നെ അതേപോലെ ഇങ്ങനെ ആ കൊഴിഞ്ഞാടുമ്പോ അപ്പൊ തിരക്കിലാണെങ്കിൽ അത് അങ്ങനെ കയറ്റി വെക്കും, പിന്നെ അല്ലെങ്കിൽ മടക്കി വെക്കും. ശരിയാ. അയ്യോ വേണ്ട, അയ്യോ അയ്യോ. അതെ, എന്താ ചെയ്യാ ഈശ്വര, വല്ലാത്ത ദയനീയ അവസ്ഥയാണ്. ഏതായാലും കണ്ട സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് മടക്കി വെക്ക, വേറെ വഴിയില്ല. കാരണം അപമാനിച്ചു, തീർത്തും അതാണ്. അപ്പൊ ഇതിപ്പോ ആരും അറിയണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണു, ഇതൊക്കെ മടക്കി വെക്ക, വേറെ വഴിയില്ല. ചോദിച്ചു പോവും. അല്ല, ഏട്ടൻ ഡെയിലി ചോദിക്കാറുണ്ട്. അതെ, അപ്പൊ ഞങ്ങൾ മടക്കി വെക്കാൻ പോവാണ്. അതെ, അപ്പൊ അലമാര ഫുള്ള് കാലിയായിരുന്നു. ഇനിയൊക്കെ മടക്കി വെക്ക, വേറെ വഴിയില്ല. എന്നായാലും ഇപ്പൊ ഇത് ചെയ്യണം. ഞാൻ ഇടയ്ക്കും തലക്കൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്കും തലക്കുന്നല്ല, ഏത് നേരേക്കും മടക്കി വെക്കലാ പരിപാടി. കുട്ടികളുടെ ഒന്നും മടക്കി വെക്കലാ പരിപാടി. ഇന്റത് ഞാൻ പിന്നെ അങ്ങനെ വല്ലാണ്ട് ശ്രദ്ധിക്കലില്ല. അപ്പൊ നമുക്ക് കാണാം, ഓരോന്നോരോന്ന് കാണാം. അടിയത്തെ ഷെൽഫൊന്നും തൊട്ടിട്ടില്ല. ഇത് കല്യാണത്തിന് മുന്നേ ഏട്ടൻ ഫസ്റ്റ് എടുത്തു തന്ന ധാവണീന്റെയാണ്. ധാവണീന്റെ ബ്ലൗസ് ആണ്. അന്ന് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു സാരി ഉടുക്കണത്. എന്നുവെച്ചാ +1 ഫസ്റ്റ് ഓണ പരിപാടിക്കാണ് ഫസ്റ്റ് എടുക്കണത് ധാവണി. ഇതിന്റെ പാവാട അതിലുണ്ട്. എന്റെ പാവാട അത് കളയാണ്ട് സൂക്ഷിച്ചു വെച്ചതാണല്ലേ? അതെ, കളഞ്ഞിട്ടില്ല, കാരണം അത് കൊള്ളില്ല, എവിടെയും കൊള്ളൂല. ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതാണത്. അതെ. പിന്നെ ആദ്യമായിട്ട് ഏട്ടൻ എടുത്തോടുത്തല്ലേ? നിശ്ചയം കഴിഞ്ഞിട്ടല്ലേ? നിശ്ചയം കഴിഞ്ഞിട്ട്. അപ്പൊ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതാണത്, കളഞ്ഞിട്ടില്ല ഇതുവരെ. അല്ലെങ്കിൽ എല്ലാതും എടുത്ത് കളയണം. എല്ലാവർക്കും ഒഴിവാക്കല. പക്ഷെ ഇത് മാത്രം കൊടുത്തിട്ടില്ല. ഇതിന്റെ ഷാളോ? അതാ. ഷാളും ഉണ്ട്, കളഞ്ഞിട്ടില്ല. ആകെ 1-2 പ്രാവശ്യം എടുത്തിട്ടുണ്ടാവുള്ളൂ. ഭംഗിന്റെ ഇനി ഉടുക്കാലോ. പറ്റില്ലേ? അതിനൊരു കാര്യം ചെയ്താൽ മതി. 11 വർഷം പഴക്കണ്ട്, അത്രേ ഉള്ളൂ. ഇതിലും കൂടുതലായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതിന് ഇതേപോലത്തെ ഒരു തുണി എടുത്തിട്ടേ ഒരു ജാക്കറ്റ് അടിച്ചാ മതി. ഇത് തന്നെ മതിയല്ലോ. പിന്നെന്താ കിട്ടായി? ഇതും കൊണ്ട് പോവാ, എന്നിട്ട് ഇതേപോലത്തെ തുണി മേടിക്കുക, ഒരു ജാക്കറ്റ് അടിക്കുക. ഇത് പിന്നെ കുഴപ്പമില്ലല്ലോ. അതാ തന്നെ. അതിന്റെ ഫോട്ടോസ് ഒന്നുമില്ല. എന്നപ്പോ പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, അന്നവള് തടി തന്നെ ഉണ്ടായിരുന്നില്ല, മെലിഞ്ഞിട്ടായിരുന്നു. അതെ, തീരെ. അതുകൊണ്ട് അവൾക്ക് ഇതൊക്കെ കൊള്ളുമായിരുന്നു. ഇപ്പൊ കൊള്ളൂല. ഇപ്പൊ എന്താ അറിയോ, കൊല്ലത്തെ ഓണത്തിന് അച്ചെടുത്തതാണ് നിവർത്തി കാണിച്ചു കൊടുക്കും ഈ സാരി. ഞാൻ ഉടുത്തിട്ടില്ല. ഫസ്റ്റ് സെറ്റ് സാരി ഗുരുവായൂരിക്ക് എടുക്കണം. ഞങ്ങൾ ഇനി ഗുരുവായൂരിക്ക് പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് പോകുമ്പോ എടുക്കണം എന്നുണ്ട്. പിന്നെ ഇത് ഇപ്രാവശ്യം ഏട്ടൻ എടുത്തതാണ് സെറ്റ് മുണ്ട്. അടിപൊളി, സൂപ്പർ. ഒന്നും ഉടുത്തിട്ടില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ തന്നെ അല്ല അതിന് വേറെ വലിയ കര ചേച്ചിക്ക്. എനിക്ക് വലിയ കര വല്ലാണ്ട് പറ്റൂല. അപ്പൊ ഇതേട്ടന്റെ മുണ്ടാണ്. എനിക്ക് കൊണ്ടുവന്ന നീലന്നല്ലേ? നീലന്നെ. പക്ഷെ അത് വേറെ. ഇത് എടുത്തന്നത് തന്നെയാണ് ഓണത്തിന്. ഇത് ഞാനൊന്ന് ഉടുത്തു, ഒന്ന് കഞ്ഞി മുക്കി വെച്ചതാണ്. ഇനി ഇസ്തിരി ഇടൊക്കെ വേണം. ഇസ്തിരി ഇട്ട് വെച്ച അമ്മേ. ഞാൻ അന്നാ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സജിത ഫുള്ള് സെറ്റ് സാരിന്റെ ആളാണ്. അത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഫുള്ള് അലമാര കണ്ടോ? അലമാരയിൽ പകുതി ഇത് ഏട്ടന്റെ പിറന്നാളിന് എടുത്തതാണ്. കഴിഞ്ഞ കൊല്ലത്തെ പിറന്നാളിന് കണ്ണന്റെ ഗുരുവായൂരിൽ തന്നെ കണ്ണന്റെ കാര്യമുള്ള ഒരു സെറ്റുമുണ്ട്. അതിന്റെ ബാക്കി എവിടെ പോയി? ഇതും അതേപോലെ. അത് എന്റെ ലച്ചുമോളുടെ ഫസ്റ്റ് ചോറൂണിന്, ഒന്നാമത്തെ ചോറ്, ആകെ ഒരു ചോറൂണല്ലേ ഉണ്ടാവുള്ളൂ. ചോറൂണിന് അത് അച്ഛനെടുത്ത് തന്നതാണ്. ചോറൂണിന് അച്ഛനെടുത്ത് തന്നതാണ് ഇത്. പിന്നെ ഇനിയിപ്പോ എന്താ പറയാ, ലച്ചുവിന്റെ ഇത് അഖിലേന്റെ കല്യാണത്തിന് എടുത്ത സാരിയാണ് കേട്ടോ. നല്ലൊരു കളറല്ലേ? അഖില അവരെ കല്യാണത്തിന് ഞാൻ ഈ സാരി കൊടുത്തിരുന്നത്. ഈ സാരി തന്നെ കൊടുത്തിരുന്നു. അത് ആകെ കളറ് പിടിച്ചോണോ. അപ്പൊ എന്നാലും വീട്ടിലൊക്കെ കൊടുക്കാൻ പറ്റും. ഇതിപ്പോ ഫുള്ള് പരിചയപ്പെടുത്താണെങ്കിൽ സെറ്റ് മുണ്ട് സെറ്റ് സാരി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഇപ്പൊ കുട്ടിയുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു, ലച്ചുമോളുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു മാർച്ച് 31-ാം തീയതി. അന്ന് എടുത്തതാണ്. കഴിഞ്ഞ മാർച്ച്.
ഇതാ സെറ്റുമുണ്ട്. പിന്നെ സെറ്റുമുണ്ട് ബാക്കിയാണ്. ഇതിന്റെ ബാക്കി എവിടെ? അതൊക്കെ കഞ്ഞി മുക്കണൊക്കെ വെക്കണം. പാവാട ഫസ്റ്റ് ഞാൻ പാവാട ഞാൻ അങ്ങനെ വാങ്ങിയിട്ടില്ല. സെറ്റ് പാവാട അതിക്ക് ഞാന് അതിന്റെ ബ്ലൗസ് ഇതാണ്. അതിന്റെ ഷാള ഇത് അതിന്റെ ബ്ലൗസ്. ഇതൊന്നും ഇപ്പൊ വല്ലാണ്ട് കൊള്ളായി ഒന്നുമില്ല. ഫുള്ള് കുഞ്ചലൊക്കെ ഉണ്ടല്ലോ. അതെ അയ്യോ ഇത്തിരിയൊക്കെ ഇട്ട് വെച്ചതാ. നല്ല രസമുണ്ടല്ലേ കുഞ്ചലങ്ങൾ. കുഞ്ചലത്തും ആരാ? കൃഷ്ണനാണോ? സ്വർണ്ണ നാണയം പോലെ ഉണ്ട് കണ്ട. സ്വർണ്ണ അല്ലാട്ടോ, ഇത് അമ്മേന്റെയാണ്. ഇതൊക്കെ അമ്മേന്റെ സെറ്റ് സാരികളാണ്. അതൊക്കെ ഞാൻ ഇടയ്ക്ക് അമ്പലത്തേക്കൊക്കെ പോകുമ്പോ അവിടെ നിന്ന് അമ്മേന്റെ അടുത്തിട്ട് പോരും. പിന്നെ അത് ഇവിടെ കൊണ്ടുവരും. പിന്നെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കും, അത്രേ ഉള്ളൂ. അമ്മേന്റെ അടുത്തും ഉണ്ട് കളക്ഷൻസ് ഒക്കെ. അതേപോലെ ഇതും അതെ. പക്ഷെ ഇതിലൊക്കെ കറയാണ്, ഓരോ കറയെ പിടിച്ചോ. നല്ല സെറ്റ് നല്ല തന്നെയാണ്, നല്ല ഭംഗിയുള്ളതായിരുന്നു. പക്ഷെ അതിലൊക്കെ കറ പിടിച്ചു. ഉണ്ട്, തീർച്ചയായും ഉണ്ട്, തീർച്ചയായും. ഇതാണ് ഇതിന്റെ വലിയൊരു സംഭവം. ഇതാണ് കുഞ്ഞുമോന്റെ ഏട്ടന്റെ കല്യാണ ഷർട്ട്. ഇതിലൊക്കെ ആകെ കറയൊക്കെ പിടിച്ചോ. അത് അടിയിൽ ഇങ്ങനെ വെച്ചിട്ടേ ആദ്യം ഒരു ആ പെട്ടിയിലാ വെച്ചിരുന്നു. പിന്നെ ആ പെട്ടി മാറ്റിയിട്ട് ഏട്ടാ ഇത് പോനിട്ടാല് കയ്യും കൂടി കൊള്ളുണ്ടാവില്ല. ആകെ ഒരൊറ്റ പ്രാവശ്യമല്ലേ ഇപ്പൊ ഇടുള്ളൂ. പിന്നെ പക്ഷെ ഇടണ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ എങ്ങടെങ്കിലും വേറെ ആരുടെ കഴുകിയ പോവോന്നാവോലെ. ഡ്രൈ ക്ലീൻ ചെയ്താ മതി. അതെ, ഡ്രൈ ക്ലീൻ ചെയ്താൽ ഫുള്ള് കറിയും പോയി പുതുപുത്തനായിട്ട് തരുമല്ലോ. എന്നാ പിന്നെ അടുത്തൊരു കല്യാണം ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയല്ലേ? ഞങ്ങള് ഗുരുവായൂരിൽ വെച്ചിട്ടേ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് വിചാരിക്കുന്നുണ്ട്. ട്രെൻഡോണ്ടല്ല, നമ്മളുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ഗുരുവായൂരിൽ വെച്ച് നടത്തണം എന്നൊക്കെ. അതന്നെ, ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കണം. അതെ, അതൊന്നും വെച്ചാണ്ടിരിക്കോ. ഇതെന്താ സാധനം? ഇതാണ് ഞങ്ങളെ ചിന്നുട്ടി മേമയുടെ കുട്ടിയുടെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. അതിന് ഞാനും ചേച്ചിയും ഒരേപോലത്തെ എടുത്തതായിരുന്നു. അതിൻ്റെതാണ്. അതിന്റെ കുപ്പായാണ് ഇതാ. ഇത് നമ്മളെ പ്രജി ചേച്ചി അടിച്ചതാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കിയ വീഡിയോയില് അതെ അതെ, ആ കുട്ടറെ മൂത്ത കുട്ടിയുടെ ഇത് നമ്മളെ പ്രജി ചേച്ചി അടിച്ചതാണ്. നന്നായിട്ട് അടിക്കും. ആ ചേച്ചിനോട് ഞാൻ ജാക്കറ്റൊക്കെ അടിക്കല് നിശ്ചയത്തിന്. അതിന്റെ ഷോള് ഇപ്പൊ എവിടെ? ഞാനുണ്ടായിരുന്നല്ലോ. ഇതാണ് അതിന്റെ ഷാള്, ധാവണി. ഇനി ആ കുട്ടിയുടെ കല്യാണം ഉണ്ടാവും. അപ്പൊ കല്യാണമൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അതെ 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 അതെ. അടുത്ത വർഷം ഇതൊരു ധാവണി ഷാളാണ്. അടുത്ത വർഷം തോന്നണോളെ കല്യാണം. ഇതാ അതിന്റെ അത് ചേച്ചി ഇതാണോ? ഇതൊരു ധാവണി അയച്ചിട്ട് അടിച്ച ഒരു സാരി വാങ്ങിയിട്ട് അടിച്ചതാണ് കേട്ടോ. നമ്മള് സാരി വാങ്ങിയതാണ്. എന്നിട്ട് അതൊന്ന് 2 പ്രാവശ്യം എടുത്തു. എന്നിട്ട് പിന്നെ അയ്യോ, എന്നിട്ട് ഇതിന്റെ ജാക്കറ്റാണിത്. ജാക്കറ്റ് ബ്ലൗസ്. അതിന്റെ ഷാളതാ. ഈ ഷാളാണ് ഞാൻ ഇട്ടിരുന്നത്. ഈ ഷോൾ തന്നെ ഇട്ടിരുന്നു. ഈ കളറ് ഞാൻ വേറെ കളർ ഉദ്ദേശിച്ചത്, പക്ഷെ ആ കളറേ കിട്ടിയുള്ളൂ. അപ്പൊ പിന്നെ ഫസ്റ്റ് വാങ്ങിയ ഷാള് വേറെ ആയിരുന്നു. അത് വേറൊരു ഷാളായിരുന്നു. നല്ല രസമുണ്ടല്ലോ. അത് ഷാളാ. ഇതൊക്കെ മടക്കി വെക്കട്ടെ. ഇതൊക്കെ മടക്കി വെക്കണമെങ്കിൽ ഒരു സമയമാവും. ഇത് വെച്ചോ. ഇതിട്ടിട്ട് ഞങ്ങൾ അന്ന് അവിടെ ഒരു വിലസിയതാണ്. അടിച്ചു പൊളിച്ചൊരു നിശ്ചയായിരുന്നു. അല്ല, ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ. പൊതുവെ ഇങ്ങനത്തെ ഒന്നും ഇവിടെ അടുപ്പിച്ചിരുന്നില്ല. ഞങ്ങൾ രണ്ടാളും കൂടി മൂന്നാളും തുണിയെടുത്ത് അതെ ഒരേപോലെ അടുപ്പിച്ച് നിശ്ചയം ഞങ്ങൾ ഗംഭീരമാക്കി. ഇനി കല്യാണത്തിന് അതിലും ഗംഭീരാക്കാന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കട്ടെ, ദൈവം സാധിപ്പിച്ചു തരുന്നു വിചാരിക്കുന്നു. ഈശ്വര. ഇതിന്റെ ഷോള് 2 ടോപ്പാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിലിടാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ അത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പുറത്തേക്കാണ് അധികം ഇട്ടുന്നത്. സിമ്പിളാണ്. അതെ, കോട്ടനാണ് ഇടാൻ നല്ല സുഖം. നല്ല സുഖാണ് ഇട്ടാൻ. നല്ല ഇതില്ല, കട്ടില്ല. അടിക്കുന്നുള്ള അതിന് ഷിമ്മി കട്ടില്ലാത്ത മാക്സി കിടന്നേക്കാളും നല്ല ഇങ്ങനെയൊക്കെ തന്നെ. ഇതൊക്കെ ഇടാൻ നല്ലത്. അത് മനസ്സിലാവും. വീട്ടിലിടാൻ വാങ്ങി ഞാൻ പുറത്തിടുന്നു. നല്ലൊരു പരിപാടിയല്ലേ.
ഇതതിന്റെ ബാക്കി. ആടെ ഇത് കാണിക്കണ്ടേ ലാച്ച. ആ ലാച്ച. നമ്മളെ ലാച്ച നല്ല രസമുള്ള കളറ്. ഇതാരാ തന്നത്? ഇത് നല്ല രസമുണ്ട്. ഉള്ളില് അയക്കാണ്ടെങ്കിൽ അയച്ചാ മതി. അത് അയക്കാൻ ഇത് വെണ്ണ അത് അയക്കാണ്ടേ ഇങ്ങോട്ട്. ഇത് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് വണ്ണം കിട്ടും. ഇതുണ്ടോ ഈ ഒരൊറ്റ അടുപ്പാണ്ട് അയച്ചാല് ഇതൊക്കെ ഈ അടുപ്പുണ്ടല്ലോ അപ്പൊ വണ്ണം കിട്ടും. നല്ല രസമുണ്ട്. നല്ല രസം. ആരാ തന്നതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. നല്ല രസം കാണാം. അപ്പൊ ഇതെങ്ങനെയാന്ന് അറിയോ? ഇത് നമ്മളെ ഈ എന്താ ഇത് ഇവിടത്തതല്ല, പാർട്ടി വെയർ ആണ്. പക്ഷെ ഈ എന്താ പറയാ ഇവിടെ ഹിന്ദിക്കാർക്ക് ഗുജറാത്തികൾ അവരൊക്കെയാണ് അങ്ങനത്തെ ഒരു മോഡലാണ്, പാട്ടിയാല മോഡല്. പക്ഷെ നല്ല രസം, നല്ല കനണ്ട് കല്ല് തൂക്കിയ കണ്ടില്ല. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. കണ്ടോ? കണ്ടില്ലേ? അപ്പൊ ഞാനിത് ഭംഗിയോണ്ട് എടുത്തു വെച്ചതാണ്. അല്ലെങ്കിൽ ഞാനത് കൊടുത്ത് ഒഴിവാക്കണതാണ് മാക്സിമം. പക്ഷെ ഇത് ഞാൻ കൊടുത്ത് ഒഴിവാക്കിയിട്ടില്ല. അതെ, ഒക്കെ അങ്ങനെ ഞാൻ സമയം അങ്ങനെ ഒഴിവാക്കും. ഞാൻ ഇടാത്തത് ഞാൻ അങ്ങനെ കൊടുത്ത് ഒഴിവാക്കും. അങ്ങനെ എടുത്തു വെക്കൂല. ഞാനാണെങ്കിൽ പിന്നെ ഒന്നും ഒഴിവാക്കാതെ എടുത്തട വെക്കും. ഞാൻ ആർക്കെങ്കിലും പിന്നെ നെക്സ്റ്റ് ഇതതിന്റെ ഒന്നല്ലേ? അതിന്റെ ഒന്നാണ്. അതെ, ആ കണ്ണന്റെ ഒരുമിച്ച് വെച്ചാൽ മതി. ഇത് അമ്മേന്റെയാണ്. അമ്മേന്റെ അടിച്ചു പോന്നതാണ്, അടിച്ചു മാറ്റിയതാണ്. അതില്ല കേട്ടോ. ഇത് ഞാനേ വീട്ടിൽ പോകുമ്പോ എന്താ പറയാ ഡെയിലി അവിടെ മാക്സി ഇടുന്നതിന് പകരം സെറ്റ് മുണ്ട് എടുക്കലുണ്ട്. അപ്പൊ അങ്ങനെ അമ്മ എടുക്കാൻ വേണ്ടി തന്നതായിരുന്നു. ഇത് അമ്മ എടുത്തില്ല, എന്തൊക്കെയാ കറയൊക്കെ അയക്കണു തോന്നുന്നു. അപ്പൊ ഞാൻ എന്താട്ടി അവിടെ പോകുമ്പോ അവിടുന്ന് എടുക്കും. അത് അവിടുന്ന് എടുക്കും. അപ്പൊ ഞാൻ അമ്മനോട് പറഞ്ഞു ഉനക്ക് ഇവിടെ വന്നാലും എടുക്കാലോ എന്ന് പറഞ്ഞിട്ട് തന്നതാ. ഇവിടെ വന്നിട്ട് ഞാൻ 1-2 വല്ല വിശേഷ ദിവസങ്ങൾക്കൊക്കെ എടുക്കും. ഡെയിലി ഇങ്ങനെ എടുക്കാന് ഇതാണ്. പക്ഷെ ഇവിടെ കൃഷ്ണന്റെ ഇതൊക്കെ അമ്പലത്തിക്ക് പോകുമ്പോ കൊടുക്കാം. പ്രത്യേകിച്ച് ഗുരുവായിരിക്കും കൊടുക്കണം. എനിക്ക് എന്താന്നാ ഈ സെറ്റ് മുണ്ട് എന്ന് വെച്ചാല്, സെറ്റ് സാരി എന്ന് വെച്ചാൽ ഭയങ്കര ജീവന. ഓ എന്താ സംഭവം എനിക്കറിയില്ല, ഭയങ്കര ഇഷ്ടാണ്. അതിന് എത്ര കണ്ടാലും ഇത്രക്ക് ഉണ്ടായി പറഞ്ഞിട്ടും കാര്യമില്ല. ഇനിയും കണ്ടാ അവന് ആവശ്യം വരും. ഇത് നമ്മളെ പാവാടയ്ക്ക് എടുത്ത ബ്ലൗസാണ്. ഇതിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജാക്കറ്റാണ്. ഇത് നമ്മളെ പെരിന്തൽമണ്ണ സൂചി നൂലിന്ന് അടുപ്പിച്ചതാണ്. ഭയങ്കര ഇഷ്ടം. ഇതുവരെയായിട്ടും നല്ലൊരു പരാകുന്ന തുണി എടുത്തിട്ട് അതെ സൂചി നൂലിന്ന് നല്ല അടിപൊളിയായിട്ട് അടിച്ചു. അതിന്റെ ശേഷം അവിടെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രജി ചേച്ചിയുടെ അടുത്തും ഇത് ഫസ്റ്റ് അവിടെ നിന്നാണ് അടുപ്പിച്ചത്. പിന്നെ ഞാന് എപ്പോഴും ആ ഒരു ജാക്കറ്റ് ഇടുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ജാക്കറ്റ്. നല്ല രസമുണ്ട്. മടക്കിച്ചില്ലേ, നല്ല വൃത്തിയിൽ അടിച്ചോളൂ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു ജീൻസ് പാന്റ് ഏട്ടന്റെ വക വാങ്ങി തന്നതാണ്. പക്ഷെ ഇന്ന് വരെ ഞാൻ അതിന്റെ മേല് തൊടിയിച്ചിട്ടില്ല. കാണാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും അതെ, അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങനത്തെ മോഡൽ എന്താ പറയാ, ഇതങ്ങനെ ഇട്ട് ശീലമില്ലാത്തോണ്ട് അത് കുഴപ്പമില്ല. ഇതും ടോപ്പൊക്കെ വാങ്ങിട്ട് എനിക്ക് ടോപ്പല്ല, എനിക്ക് ഷർട്ടാ വാങ്ങി തന്നിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ ഇടാനാ? അല്ല, ലോങ് ടോപ്പിനൊക്കെ ഇടാം. അതെ, ലോങ് ടോപ്പ് പറഞ്ഞാല് ഇറക്കമുള്ള ടോപ്പ്, മുട്ടിന് ഇറക്കമുള്ള ടോപ്പിനൊക്കെ ഇടാം. ഇതതിന്റെ ബാക്കിയല്ലേ? ഇതൊരു സെറ്റ് മുണ്ടിന്റെ തന്നെയാണ്. കണ്ടല്ലോ, സെറ്റ് മുണ്ടിന്റെ തന്നെയാണ്. എന്റെ ദൈവേ, കുട്ടികൾ ഇപ്പൊ സ്കൂളിട്ട് വരും. ഇങ്ങനെ അതിന്റെ തന്നെയാണ്. അത് ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി എടുത്തു വെച്ചതാ. അയ്മ ടയർഡായിട്ടോ. പിന്നെ ഇത് ആ സെറ്റ് മുണ്ടിക്ക് എടുത്തതാണ്. ഞാനും അഖിലും ഒരുമിച്ച് എടുത്തതേ. പക്ഷെ അതൊന്നിക്ക് എവിടെ ഇപ്പൊ കൊള്ളണില്ല. നല്ല രസമുണ്ടല്ലേ? അത് ഞാൻ എന്നിട്ട് കയ്യൊക്കെ കഴിച്ച് അണക്ക് കൊള്ളാത്തവര് എനിക്ക് കൊള്ളുവോ? നല്ല രസമായിട്ട് ഇഷ്ടമായിട്ട് ഓൾക്ക് ഇതിന്റെ നീലായിരുന്നു. നീല. ഇതൊക്കെ നീ എങ്ങനെ കൊള്ളിക്കാനാ? അത് ഞാൻ ബ്ലൗസ് ആക്കാൻ തീരുമാനിച്ചത്. നല്ല ഭംഗിയുണ്ട് കാണാന്. നോക്ക്, രസമാണ് കാണാൻ, നല്ല ഭംഗിയാണ്. അത് വെച്ചെടുക്കും. നല്ല രസമുണ്ടല്ലേ? നല്ല ഇഷ്ടമായിരുന്നത്. ഇത് ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പൊ കണ്ടിട്ട് അല്ല കളയാൻ തോന്നില്ല. ആകെ 1-2 പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. പ്രജി ചേച്ചിന്റെ അടുത്ത് കൊടുത്താൽ മതി. പറഞ്ഞേ ചോദിച്ചോക്കണേ, എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരുമോ നോക്കട്ടെ. ഇതേപോലത്തെ തുണി
അടിച്ചിട്ട് ഇതൊന്ന് ടോപ്പ് അടിച്ചു തരുമോ? അപ്പോഴും ഇത് വണ്ണം കൂട്ടണ്ടേ? അതന്നെ. അപ്പൊ ഈ തുണി തന്നെ കിട്ടൂലേ ഇവിടെ അല്ലേ? അപ്പൊ വല്ലാണ്ട് ആൾക്കാർ ശ്രദ്ധിക്കൊന്നുമില്ലല്ലോ. നോക്ക നമുക്ക് ഇതേപോലത്തെ കടവും പച്ചെടുത്തിട്ട് ഇത് അതിന് വേണ്ടി എടുത്തുവെച്ചതാണ്. പിന്നെ ഇതും അതെ, ഇത് ഏട്ടന് ഇതേപോലെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്തതാണ്. ഇത് ഇടലായിരുന്നു, അതൊന്നും കൊള്ളണില്ലേക്കേ. കൊണ്ടാട്ടിരുന്നല്ലോ ഞാൻ അപ്പൂന് വിശേഷമായിട്ട് ഇരിക്കുമ്പോ ഞങ്ങൾ എങ്ങോട്ട് പോയപ്പോ അത് ഞാൻ മുറിച്ചതാണ്. മുക്കാ കൈയായിരുന്നു. എന്നിട്ട് ഞാനത് മുറിച്ച് വീട്ടിൽ കൂടെ ഇടാലോ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചതായിരുന്നു. ഞാൻ മടക്കി അടിച്ചിട്ടൊന്നുമില്ല. എന്തില്? അതൊക്കെ പിന്നെ അയച്ചതാണ്. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു അറിയോ, ഇതെന്ത് ഊരിയിട്ട് പാവാട ആക്കി എടുക്കാൻ പറ്റുമോ നോക്കിട്ട് അതിന് വേണ്ടി എടുത്തുവെച്ചതാണ്. അതിന്റെ ഉള്ളിൽ അയക്കണ്ടെങ്കിൽ അത് ഇതാക്കാലോ, പാവാടയും ജമ്പറൊക്കെ. അതെ, അതൊക്കെ നല്ല നല്ല പൈസക്ക് രണ്ടെണ്ണം വാങ്ങി തന്നിരുന്നു. ഒന്നതും ഈ കളർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാ. ഇതൊക്കെ എന്തേലൊക്കെ വഴി ഉണ്ടാക്കാലോ വെച്ചിട്ട് എടുത്തു വെച്ചതാ. അതെ, എടുത്ത് വെക്കും. പിന്നെ ആ ജാക്കറ്റ് കാണിച്ചു കൊടുത്തില്ലേ? അത് എടുക്കുവെച്ച് അതിന്റെ ലത് അതന്നെ ഇത് ഈ സെറ്റ് മുണ്ടിൽക്കേ എടുത്തതാണ്. ജാക്കറ്റ് അടുപ്പിക്കാനൊന്നുള്ള ടൈമൊന്നും അന്ന് ഉണ്ടായില്ല, അരങ്ങേറ്റായതുകൊണ്ട് പെട്ടെന്ന് അരങ്ങേറ്റത്തിന് എടുത്താണ്. അപ്പൊ ടീച്ചറെ കടയിൽ തന്നെ എടുത്തതാണ്. നല്ല രസം കേട്ടോ സംഭവം. എന്താറിയോ? അതെ, വലിയ പൈസയൊന്നും ഇല്ല. നമ്മളിപ്പോ ഒരു തുണി എടുത്ത് അടുപ്പിക്കണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം? റെഡിമെയ്ഡ് അല്ലേ? അപ്പൊ അങ്ങനെ എടുത്തതാണ്. കളറ് അമ്മ ഓണത്തിന് കണ്ടില്ലേ? ഇതെടുത്ത് കണ്ടതിന് ശേഷം ഞങ്ങളും ഫുള്ള് റെഡിമെയ്ഡ് ജാക്കറ്റിന്റെ ആൾക്കാർ. പിന്നെ ഇതാണ് അത്. ഏത് എന്റെ വിരുന്നിന്റെ ജാക്കറ്റാണ്. ഇതിന്റെ ലച്ചുമോൾക്ക് ചിലപ്പോ കൊള്ളുമായിരിക്കും. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല കളറ്. അതിന്റെ സാരി ഞാൻ കാട്ടിത്തരാം. സാരി ഇപ്പോഴും ഉണ്ടോ? സാരിയും ജാക്കറ്റും കല്യാണ സാരി അന്ന് എടുത്തതാ. പിന്നെ അവ തൊടിയിച്ചിട്ടില്ല. വിരുന്ന് സാരി 1-2 പ്രാവശ്യം നമ്മളെ വിമലേട്ടന്റെ കല്യാണത്തിനൊക്കെ ഇട്ടിരുന്നു. പിന്നെ കാട്ടിത്തരേ. ഇതൊക്കെ തുന്നയിക്കാൻ ആരൊക്കെ നോക്കിക്കുന്നു, ശ്രമം നടന്നിട്ടുണ്ട്. ഞാൻ തന്നെ ആയിരിക്കും. പക്ഷെ ഇത് എവിടെ കൊള്ളില്ല. കപ്പലിൽ തന്നെ. അതെ, ആ കുഞ്ചല അപ്പൊ അങ്ങനെ വെക്കാം. കല്യാണ സാരിയും വിരുന്ന സാരി ഇതൊക്കെ എടുത്താലും പോരെ. ആദ്യം കാണിച്ചു കൊടുക്കേണ്ടത് കല്യാണ സാരി. ഇതാണ് 11 വർഷം അതെ മുന്നേ നടന്ന വല്യേട്ടന്റെയും സജിതയുടെയും കല്യാണത്തിന്റെ സാരി. അതെ, എന്താ പൊളി കല്യാണ സാരി. എന്നിട്ടത് വേറെ പിന്നെ അവളെ കൊടുത്തിട്ടില്ല. അതാണ് സങ്കടം. താങ്കൾ എന്താണ് അവിടെ നോക്കുന്നത്? വല്യേട്ടൻ ഇതാണ് വിരുന്ന സാരി. വിരുന്ന സാരി കണ്ടില്ലേ? എന്ത് രസാണ്. ഇതെന്താന്ന് വെച്ചാലേ നമ്മള് കല്യാണത്തിന്റെ വക്കടിക്കൊന്നും ചെയ്യില്ലല്ലോ. പിന്നെ ആ ഒരൊറ്റ ഇടലിനെ ഇട്ടിട്ടുള്ളൂ. അതിന്റെ ശേഷം പിന്നെ നോക്കിയിട്ടില്ല. ഇടക്കാ, പക്ഷെ ചെയ്തിട്ടില്ല. ഇത് വലിയ കട്ടിയൊന്നും. പിന്നെന്താ അറിയോ, ഇത് ഓവർ വർക്കാടോ. ഇതൊക്കെ ഞാൻ ഇട്ട ഹിന്ദിക്കാരെ തോന്നും, ബംഗാളികളെ തോന്നും. അപ്പൊ എനിക്ക് ഭയങ്കര തോന്നലാണ്. എനിക്ക് ഒരു കുത്തണ കളറുമാണ്. നല്ല രസമുള്ള കളറാ. ഇതല്ലേ വിരുന്ന സാരി. അപ്പൊ ഇത് വിരുന്ന സാരി. കല്യാണ സാരിയുടെ ജാക്കറ്റൊക്കെ ഞാൻ ഇട്ട് മുതലാക്കിയിരിക്കുന്നു കേട്ടോ. പക്ഷെ വിരുന്ന സാരിയുടെ മുതലാക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് മറ്റേത് മെറൂൺ ആയതുകൊണ്ട് ഏതിക്ക് നമ്മളെ എപ്പോഴും ഓരോ ഡ്രസ്സിക്ക് എടുത്തിട്ട് കളർ പിടിച്ച അതിന്റെ കുങ്കുമായത് അവിടെ നിന്ന് താഴ്ത്തിക്ക് അടിയിട്ട്. അപ്പൊ അതാണ് കല്യാണ സാരി വിരുന്ന സാരി. ഇത് എന്റെ കല്യാണ സാരി വലിയ കട്ടില്ല, പക്ഷെ ഇതൊക്കെ ഒരു ഓർമ്മകളാണ് അമ്മേ. ഓർമ്മകൾ ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മകളായി ഓർക്കാലോ. അതെ 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 അതെ. ഓർമ്മകള് ഇതിന്റെ ഒന്ന് ബാക്കിയുണ്ടോ ചേച്ചി? ഓർമ്മകളുള്ള നമ്മളായിരിക്കും കൊടുക്കൂലല്ലോ. ഇതൊരു സെറ്റ് മുണ്ടിന്റെയാണ്. അപ്പൊ നേരത്തെ അവിടെ മടക്കി വെച്ച സെറ്റ് മുണ്ട്. ഇതും സെറ്റ് മുണ്ടാണ്. ഇവിടെ ഒരു മുണ്ട് ഇതാക്കണ ഇതൊക്കെ മടക്കട്ടെ. നല്ല വീതി ഉള്ളത് ഞാൻ സെൻട്രൽ സ്കൂളില് തിരുവാതിരക്ക് എടുത്തിരുന്നു ഈ മുണ്ട്. ടോപ്പ് കാണിച്ചു ഓണത്തിന് വാങ്ങിയത്. അത് കണ്ടില്ലേ? നമ്മൾ ഇട്ടിട്ട് കാണല്ലേ നല്ലത്. കാണിച്ചു പുതിയത് ഇനി അടിക്കാനുള്ളത് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് ജാക്കറ്റാ. ഇത് അതിന്റെ പാന്റ്.
ഇത് കാണിച്ചു കൊടുത്താ ഇത് ഹൈലൈറ്റ് സാധനം. അയ്യോ ടൈലർമാരെന്നെ തല്ലിക്കൊല്ലും. ഇത് ലോങ് ടോപ്പ് വന്ന് മുറിച്ചിട്ട് ഓളന്നെ ഉണ്ടാക്കിയ ജാക്കറ്റാണ്. ഇത് ഞാൻ തന്നെ ഷേപ്പാക്കി ഞാൻ തന്നെ. ഇത് എന്തൊരു കനാണ്, ഇത് എങ്ങനെ ഇടല്? അതൊക്കെ നല്ല രസമാണ് സംഭവം. ലോങ് ടോപ്പ് എനിക്ക് ലോങ് ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ കല്ല് ഭയങ്കര നല്ല കനമുണ്ടത്, ഭയങ്കര ഇഷ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒന്നിനും പറ്റാതായപ്പോ ഇത് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നണില്ല. അപ്പൊ ഞാൻ എന്ത് കാട്ടി, അത് അങ്ങോട്ട് കട്ട് ചെയ്ത് പാവാട ലോങ് ടോപ്പിന്റെ അടിയത്തെ കരയൊക്കെ കയ്യിന് വെച്ച് ഉണ്ടാ കയ്യിനൊക്കെ വെച്ച് ഒന്നങ്ങോട്ട്. അമ്മേ നാരായണ, ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ ടൈലറിങ് ഒന്നും അടിക്കണൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ എന്റെ കലാവിരുദ്ധം കൊണ്ട് ഉണ്ടാക്കണാണ്. എന്നാലും ഞാൻ ഒരു പ്രാവശ്യം ഞാനിത് ഇട്ടു. എല്ലാ കഴിവും ഉണ്ട്. കഴിഞ്ഞ എന്റെ പിറന്നാളിന് അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ 1-2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഇത് ടൈലർമാരെ കൈ കൊടുത്ത പോലെ എന്നെ ഓടിച്ചിട്ട് കൊല്ലും. കാരണം അത്രയും തെറ്റുകൾ ഇതിലുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഞാനത് തട്ടിക്കൂട്ടി ഇട്ടു. ഇടുമ്പോ ഒരു കുഴപ്പമില്ല. പക്ഷെ ആർക്കും അറിയില്ല കേട്ടോ ഇത് ലോങ് ടോപ്പ് കൊണ്ട് ഇതാക്കിയാണെന്ന് പറയുമ്പോ അവർക്ക് ആണോ ഒരു ചോദ്യം. അത്രേ ഉള്ളൂ. ഇതാണ് ഇതൊക്കെ ആകെ നാശമായിരുന്നു. പക്ഷെ എന്നാലും വീട്ടിലൊക്കെ നമുക്ക് എടുക്കാം. ഇതതിന്റെ മറ്റേത് വീട്ടിൽ തീർച്ചയായും എനിക്ക് ഭയങ്കര ഇഷ്ടാ സെറ്റ് മുണ്ടൊക്കെ എടുക്കണ വീട്ടില്. ഏട്ടമ്പോ അങ്ങനെ ചീത്താറി തന്നെ തള്ളക്കോലാണ് കറി. ഇത് പാന്റിന്റെ തുണിയാട്ടോ, എന്തേലും കടിക്കാലോ വെച്ചിട്ട് എടുത്ത് വെച്ചതാ. ഇത് കഞ്ഞിയൊക്കെ മുക്കി നല്ല ഇസ്തിരിയൊക്കെ ഇട്ട് സുന്ദരി മണിയാക്കണം. കുട്ടികൾ വരാനായോ? 4:30 ആകുമ്പോ വരുമല്ലോ. ഓണത്തിനെടുത്തല്ലേ ഇതാണ്. ഇത് നമ്മൾ ഓണത്തിന് എടുത്തതാണ്. ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇട്ടെണ്ണോ ഒരു പ്രാവശ്യം സിനിമയ്ക്ക് പോകുമ്പോ ഇട്ടെണ്ണോ. ഇത് എന്റെ കലാവിരുദ്ധോണ്ട് ഞാന് കയ്യും ഷേപ്പാക്കലൊക്കെ ഞാൻ തന്നെയാണ്. കഴുത്ത് വെട്ടലൊക്കെ ഞങ്ങള് മാക്സ് എടുത്താല് ഞങ്ങളെ മാക്സ് ഓളന്നെ ഷേപ്പാക്കി തരാം. ഇന്ത്യ അമ്മേന്റെ ഒക്കെ ഞങ്ങൾ അങ്ങനെ പുറത്ത് കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ ഫേമസ് ടൈലറാണ്. അവന്റെ കൃഷ്ണ ആരോടും പറയരുത് കേട്ടോ. ഓടിച്ചിട്ട് ഇന്റത് മാത്രം ഞാൻ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ചെയ്യും. അല്ല പുറത്തേക്ക് അങ്ങനെ അവിടെ നിന്ന് നമ്മളത് മാത്രം പുറത്തേക്ക് ഒന്നും അങ്ങനെ അടിച്ച് അതിനുള്ള ധൈര്യം ഇല്ല. എന്താ നാട്ടുകാരെ തല്ലുള്ളാനേ ആവൂലേ. അവനാന്റെ ആൾക്കാരെ കൊഴപ്പല്ല. അതെ നമുക്ക് വാക്കില് പറഞ്ഞു നിർത്താം. പിന്നെ അതല്ല വാങ്ങിച്ചു കൊടുക്കും ചെയ്യാലോ. പക്ഷെ പുറത്തേക്കൊക്കെ പൈസ സാധനം വാങ്ങിയാലേ ഞാൻ നിന്ന് കൊള്ളല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. അതെ 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 കുഴങ്ങി കേട്ടോ. ഇതിപ്പോ അടുത്ത ജാക്കറ്റ് അല്ല ഇപ്പൊ അടുത്ത സെറ്റ് മുണ്ടിന് എന്തായാലും ഈ ജാക്കറ്റ് ഒപ്പിക്കാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഏതിന്? ഇതിന്. ഇനിയിപ്പോ അതും പറ്റിയില്ലെങ്കിൽ വേറെ അടുപ്പിക്കേണ്ടി വരും. ഇത് അമ്മ കണ്ട എന്നെ ഓടിച്ചിട്ട് തല്ലു. കാരണം എന്താ വെച്ചാ നല്ലൊരു വഴിയാക്കി വെച്ചിരുന്നു. നല്ലൊരു ബ്ലൗസ് ആയിരുന്നു. നല്ലൊരു ബ്ലൗസ് പറഞ്ഞാൽ അമ്മ ഉപയോഗിച്ചിരുന്ന പുതിയൊരു ബ്ലൗസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ ബ്ലൗസിന്റെ ഭംഗി കണ്ടിട്ട് ഇത് എനിക്ക് ഇടാൻ വേണ്ടിട്ട് ഞാൻ നോക്കി. അപ്പൊ നോക്കുമ്പോ കൈ ഇത്ര ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറയ്ക്കാന്ന് വെച്ച് ഞാൻ എന്നെ കട്ട് ചെയ്തു. കൈ മുറിച്ച് ഇട്ട് നോക്കിയപ്പോ ഇവിടെ കൊള്ളണില്ല. അവിടെ കൊള്ളണില്ല. അപ്പൊ ഞാൻ പ്രജി ചേച്ചിയുടെ അടുത്ത് എന്നിട്ട് തുറന്നു നോക്കിയപ്പോ പറഞ്ഞു, പ്രജി ചേച്ചി പറഞ്ഞു ഇത് കണക്ക് എവിടെയും കൊള്ളൂല. പിന്നെ ഇതിന്റെ തുണി വേണം. അപ്പൊ ഞാന് അമ്മനോട് അമ്മയുടെ സ്വത്ത് വന്നോ ടീച്ചർമാര്. അപ്പൊ ഞാനത് അറിഞ്ഞില്ലല്ലോ. എന്താ കയ്യിലൊരു കവറ്? ഇതാരുണ്ടാക്കിയേ? പൈസ വേണ്ടേ കുട്ടിക്ക്? പൈസ എന്താ പറഞ്ഞ? ഈ എന്താ പറഞ്ഞ? ടീച്ചർ പറഞ്ഞു ആ പിരിവൊന്നും വേണ്ട, എന്റെ ആരാധകരുണ്ട്. ഹായ് കൊടുക്കുക, ഹായ് കൊടുക്കും, വീഡിയോ എടുക്കാനേ ഹായ് കൊടുക്ക. എന്റെ സ്കൂള് വിട്ട് വന്നതാണ്. നല്ല രസമുണ്ട് ഫയല്. ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നാളെ സ്കൂളില്ലല്ലോ? കുഴപ്പമാവും. അപ്പൊ നാളെ രാവിലെ നേരത്തെ നീക്കണോ വൈകിട്ട് നീക്കണോ? വൈകിട്ട്. സന്തോഷം 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 സന്തോഷം. ഹായ് പറഞ്ഞാ അപ്പൂസ് ഹായ് കൊടുത്താ അതാ നോക്കണോ എന്നെ നോക്കണോ ആരൊക്കെ എന്നെ നോക്കണോ? ഹായ് കൊടുക്ക്, ഹായ് കൊടുക്കറാ. അന്ന് ആരോ ഉണ്ടായിരുന്നു സജിതേ, അന്ന് ആരോ വീഡിയോയിലേക്ക് കമന്റ് ഇട്ടായിരുന്നു
ഓനെ അപ്പൂസേന്നല്ലേ? അപ്പൂസേന്നാണ്. അത് അപ്പൊ എന്റെ ആരോ ആരാധകര് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് അപ്പൂസേ റൂമിൽ കൊണ്ടുവച്ച് വിട്ടത്. റൂമിൽ കൊണ്ടുവച്ചാണ്. മുലക്കച്ചി ഇട്ടിട്ട് ഒരാൾ വരുന്നുണ്ട്. അയ്യോ നാടൻ കൊണ്ട്. കുളിയൊക്കെ കഴിഞ്ഞോ? ഏട്ടൻ ഏട്ടൻ ഗിരിയേട്ടൻ 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 ഒന്നൊന്നര പേരാ. അതെ അത് 1.5 തന്നെയാണ്. അത് 1.5 മൂപ്പരായത് വലിയ പോണില്ലല്ലോ, പോകൂലല്ലോ. പറഞ്ഞു. സോയാബീൻ കഴിച്ചോ? എന്തൊക്കെയാ ക്ലാസ്സിൽ? നല്ല കുട്ടി. ദൈവം എന്താണ് അപ്പൂസേ പാട്ട് പാടി കൊടുത്താ? അപ്പൂസേ പാട്ടറിയോ? സ്കൂളത്തെ പാട്ട് പാടി കൊടുത്താൽക്ക് അതിന്റെ കുട്ടി പാട്ടൊക്കെ അറിയാം. നമ്മള് ലൈവില് എന്താ വല്യേട്ടനെ കൂടെ പാട്ടൊക്കെ പാടിക്കാം. വല്യേട്ടന്റെ വക പാട്ടുണ്ടായിരിക്കും ഗൈസ്. ഞങ്ങളെന്നേ എത്ര മണിക്കാടാ? 10 മണിക്കാ? 10:30 ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് വിളിക്കാം. 10:30 ലൈവ് വരും. ഞങ്ങളെ രാത്രി 10:30 ആകുമ്പോ ലൈവില് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വല്യേട്ടനെ കൊണ്ട് പാട്ടൊക്കെ പാടിക്കണം. എല്ലാരും കാണണം കേട്ടോ, എല്ലാരും ലൈവൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. സജിത പറ, ലൈവ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതെ കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റണമൊക്കെ ചെയ്യുക. അത് വിചാരിച്ച് തെറി കേട്ടോ. എന്താണ് വന്നോ? പിന്നെ അവർക്ക് ചായയും കടിയൊക്കെ കൊടുക്കണം. അപ്പൊ എന്തായാലും ഇതീമ ഇരുന്നപ്പോ അവൻ നടക്കില്ല. ഓല് കുറച്ച് വയലന്റ് ആവാൻ തുടങ്ങും. വരുമ്പോ തന്നെ വിശക്കണോന്ന് പറഞ്ഞിട്ടാ വരിക. അപ്പൊ നമുക്ക് ചായ കൊടുക്കാം ആദ്യം, എന്നിട്ട് ദീമയ്ക്ക് വൈപ്പടാം കേട്ടോ. ഇത് മൊത്തം അലമാരയില് മടക്കി സെറ്റാക്കി വെക്കണം. നാളെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റ ബൈ ബൈ. നാളെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ, സീ യു.